നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കാൻഡിഡേറ്റ് പോർട്ടലിൽ CBT സ്കോർ ഇന്ന് മുതൽ ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. മറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്ന് തന്നെ കീം പോർട്ടലിൽ ഈ ഡാറ്റ പബ്ലിഷ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നേരെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻഡിവിജ്വൽ CBT സ്കോർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ലഭ്യമാകുന്ന CBT സ്കോർ പരിഗണിച്ചുകൊണ്ടും നിങ്ങളുടെ PCM മാർക്കിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ പരിഗണിച്ചുകൊണ്ടും നിങ്ങളുടെ റാങ്ക് ഏകദേശം ഏത് പൊസിഷനിലാണ് വരാൻ സാധ്യത എന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് കുട്ടികൾ എത്രയാണ്, അതിന് തൊട്ട് താഴെ വരുന്ന ആവറേജ് മാർക്ക് എത്രയാണ്, അത് എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും കുറവ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, മൊത്തത്തിലുള്ള കുട്ടികളുടെ CBT സ്കോറിൻ്റെ ഒരു പെർഫോമൻസ് ഇൻഡെക്സ് എങ്ങനെയാണ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് പ്രഡിക്ഷൻ സാധ്യമാവുക. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് CBT സ്കോറിൽ കുട്ടികളുടെ മാർക്കുകൾ ഏത് ലെവൽ വരെയൊക്കെയാണ് പോവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എത്രത്തോളം റാങ്ക് വരെ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും CBT സ്കോർ വന്നു കഴിയുമ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കുക. നമുക്കതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചെയ്യാം. കീമിൻ്റെ നോട്ടിഫിക്കേഷൻ പേജ് ഇടയ്ക്കൊന്ന് പരിശോധിച്ചോളുക. ഏതെങ്കിലും സാഹചര്യത്തിൽ കീം CBT സ്കോർ പബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി നോക്കുക. ഈ CBT സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ ഒന്ന് ഷെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഏകദേശം റാങ്ക് എവിടം വരെയൊക്കെ വരും എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, പലരും പല സമയത്തായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഈ CBT സ്കോർ എന്നാ വരുമെന്ന്. അപ്പോൾ ഇന്ന് വരും എന്നുള്ളതൊരു ആശ്വാസവാക്കാണ്. ഓക്കെ, കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു.